ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ചായക്കടിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് നമ്മൾ ബ്രെഡ് വെച്ചിട്ടാണ്. ഈ ഒരു റെസിപ്പി നമുക്ക് കുട്ടികൾക്കായാലും അതേപോലെ മുതിർന്നവർക്കായാലും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അതേപോലെ വലിയ ടൈമൊന്നും പിടിക്കുന്നില്ല. നമുക്കൊരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണിത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഈസി ഈവനിങ് സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 8 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 8 ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വെള്ളമാണ്. അപ്പോൾ ഈ വെള്ളത്തിലോട്ട് ഈ ബ്രെഡ് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ കുതിർത്ത് ജസ്റ്റ് ഇതേപോലെ ഒന്ന് പിഴിഞ്ഞെടുത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇങ്ങനെ നമുക്ക് നമ്മളെടുത്ത എല്ലാ ബ്രെഡും ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. നമ്മൾ ബ്രെഡൊന്ന് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മൾ മുഴുവൻ ബ്രെഡും ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് നമ്മളൊരു വലിയ ഉള്ളി, 1.5 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ വലുതാണെങ്കിൽ 1 എടുത്താൽ മതി. ഇപ്പോൾ ഒരു മീഡിയം സൈസ് ആയതുകൊണ്ടാണ് ഞാൻ 1.5 എടുത്തത്. അപ്പോൾ ചെറുതായി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് എരിവിനാവശ്യമായ പച്ചമുളക്, ഞാനിവിടെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് സൂക്ഷിച്ചെടുത്താൽ മതി. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, പിന്നെ മല്ലിയില. അപ്പോൾ ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തക്കാളി ഉണ്ടെങ്കിൽ തക്കാളിയും ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അപ്പം എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാനിത് ഇട്ടില്ല. അപ്പോൾ ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് അരിപ്പൊടിയാണ്. അപ്പോൾ ഇത് 4 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കുക. പിന്നെ ഇതിലോട്ട് നമ്മൾ 1/2 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് കുഴച്ചിട്ട് പോരെങ്കിൽ വീണ്ടും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇതൊന്ന് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് നമുക്കിത് ഉരുട്ടാൻ പാകത്തിലുള്ള ഒരു പരുവത്തിൽ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ കുറേശ്ശെ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പും വെള്ളമൊക്കെ കറക്റ്റാണെന്ന് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് വീണ്ടും ജസ്റ്റ് ഒന്ന് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിക്കണം. നമുക്ക് കുറേശ്ശെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ചെയ്താൽ മതി. നമുക്കിങ്ങനെ ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാൻ പാകത്തിൽ കിട്ടണം. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ആക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പോ അല്ലെങ്കിൽ സ്റ്റാറോ നിങ്ങളുടെ അടുത്ത് കട്ടറൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നല്ലൊരു ഷേപ്പിലൊക്കെ എടുക്കാം. ഞാനിപ്പോൾ എല്ലാം തന്നെ ഈ ഒരു ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാന് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിലോട്ട് നമുക്കിത് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ജസ്റ്റ് ഒന്ന് അരിപ്പൊടിയും അതിൻ്റെ ആട്ടയൊക്കെ നമ്മൾ ഗോതമ്പ് പൊടിയൊക്കെ എടുത്തില്ല, അതൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടാൽ അതൊക്കെ പച്ചയായിട്ട് തന്നെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്തെടുക്കുക. 2 ഭാഗം ഒരേപോലെ ഗോൾഡൻ കളറാകുന്നത് വരെ ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് ഇത് മാറ്റാം. അപ്പം ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാനെല്ലാം തന്നെ ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു ചായക്കടി തന്നെയല്ലേ. അപ്പം നമ്മളെല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാകും ബ്രെഡും അതേപോലെ അരിപ്പൊടിയും ആട്ടയും ഒക്കെ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ട്രൈ ചെയ്തിട്ട് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ വീണ്ടും ഇതുണ്ടാക്കും. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ ഒരു ചായക്കടിയുടെ റെസിപ്പി നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ